ഹേ ഗായ്സ്, ദിസ് ഇസ് എ ഗെറ്റ് റെഡി വിത്ത് അസ് ഫോർ എ കല്യാണം. അപ്പോൾ ക്ലോസ് ഫ്രണ്ടിന്റെ സിസ്റ്ററിന്റെ മോളുടെ കല്യാണമായിരുന്നു കേട്ടോ. സോ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാമെന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തതാണെങ്കിലും ഗെറ്റ് റെഡി വിത്ത് അസ് ആയി മാറിയിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവരും ഒരുമിച്ചായിരുന്നു റെഡി ആയത്. ആദ്യം തന്നെ കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്ത് നമ്മളൊന്ന് റെഡിയായി ഫേസ് ഒന്ന് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് മമ്മി സാരിയും കൊണ്ട് വരുന്നത്. ഒന്ന് സാരിയുടെ ഫ്ലീറ്റ് പിടിച്ച് തരുമെന്ന് പറഞ്ഞ് വന്ന മമ്മി ഫുൾ സാരി ഉടുത്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ എൻ്റെ അടുത്തുനിന്ന് പോയത്. ഫേസ് മേക്കപ്പ് കഴിഞ്ഞത് കൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ മാറി ഹെയർ ഒന്ന് സെറ്റാക്കാന്ന് വിചാരിച്ചപ്പോൾ ഈ പോരാളി വന്ന് എനിക്കും കൂടി എന്തെങ്കിലും മുഖത്ത് ഇട്ട് തരുമെന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ പറ്റില്ലെന്ന് പറയും. പിന്നെ മമ്മീനെ ഒരുക്കി ഒരു സുന്ദര കുട്ടപ്പിയാക്കി ഇതേ ഞാൻ എൻ്റെ ഹെയർ സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചപ്പോൾ മമ്മി എന്നോട് പറയാം, ഈ മുടിയും കൂടി ഒന്ന് ചെയ്ത് എന്നിട്ട് പൊക്കോളാൻ. അങ്ങനെ മമ്മിയുടെ മുടിയൊക്കെ കെട്ടി എൻ്റെ മുടിയും ചെറുതായിട്ടൊന്ന് ചീകിട്ടപ്പോൾ തന്നെ പപ്പ സൈറം മുഴുക്കി ഇറങ്ങാറായിരുന്നു. പിന്നെ വേഗം ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഷോളൊക്കെ തപ്പി. പിന്നെ കൺഫ്യൂഷൻ നിന്നത് മുടിയാണ് കേട്ടോ, കെട്ടിയിടണോ അഴിച്ചിടണോ എന്നുള്ള ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ലാസ്റ്റ് സെറ്റിംഗ് സ്പ്രേ ഇട്ട് മുടി കെട്ടി വെച്ചതാണെങ്കിലും നമ്മൾ പരിപാടിക്ക് എത്തിയപ്പോൾ അഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ 2 ഫിറ്റ് ചെക്ക് എടുക്കാന്ന് പറഞ്ഞപ്പം ദേ കൂടി വന്ന് നമ്മുടെ ഒരു ഫിറ്റ് ചെക്കൊക്കെ എടുത്ത് നമ്മൾ ഇറങ്ങി കേട്ടോ കല്യാണത്തിന്. അവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ്ടോ ചെക്കനും പെണ്ണും. ഇതൊരു ഇന്റർ റിലീജിയൻ കല്യാണമായിരുന്നു. പിന്നെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി.